ഇത് മുഴുവൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചവർക്കറിയാം. പക്ഷെ അതനുസരിച്ച് അറബിക്ക് പറയണമെങ്കിൽ കുറച്ച് കഴിവുകൾ വേറെ വേണം. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും മലയാളം, ഉറുദു, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ ഇരിക്കുന്നവർ. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ അതിന് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്ന സ്കില്ല് തന്നെ വേണം. അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയുന്നവർ ഇവിടെ വന്നിട്ട് വർക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷനേക്കാൾ പ്രധാനപ്പെട്ടത് സ്കില്ലാണ്. ഈ ലോകത്തിൽ വാഴുന്നത് മുഴുവനും നിങ്ങൾ നോക്കിക്കോ, സ്കില്ല് കൂടിയവരാണ്, അറിവ് കൂടിയവരല്ല. അറിവ് കൂടിയ പല ആൾക്കാരും യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നുണ്ട്. അറിവ് കൂടിയ പല ആൾക്കാരും കേവലം ജോലി ചെയ്ത് പോകുന്നുണ്ട്. അറിവിന്റെ കൂട്ടത്തിൽ സ്കില്ല് ആർക്കൊക്കെ കൂടുതലുണ്ടോ അവരാണ്. കാസർഗോട്ടുകാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. 7ാം ക്ലാസ്സും ഗുസ്തി ഉണ്ടാവുള്ളൂ. ഞാൻ ചെറുതാക്കി പറയല്ലോ കേട്ടോ. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെ ഒരു ബിസിനസിന്റെ ശൃംഖലകൾ നമ്മൾ പഠിക്കണം. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് സ്കില്ലുണ്ടായത് കൊണ്ടാണ്. നോളേജിനേക്കാൾ കൂടുതൽ സ്കില്ലാണ്. അപ്പൊ ഈ സ്കില്ലിനെ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഇന്റലക്ച്വൽ ഗ്രോത്ത്, നമ്മുടെ കുട്ടിയുടെ ബുദ്ധിശക്തി എത്രത്തോളം വലുതാകണമെന്ന് നമ്മളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? വായിക്കല്, പഠിപ്പിക്കല്, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യിപ്പിക്കല്. ഒരു വട്ടം പ്രസന്റ് ചെയ്താൽ അതിനെന്താ വേണ്ടേ? നമ്മുടെ കട്ടിലിനെ എന്താക്കിയാൽ മതി? നമ്മുടെ വീട്ടിൽ കോട്ടുണ്ടല്ലോ, ആ കട്ടിലിനെ സ്റ്റേജ് ആക്കിയാൽ മതി. ചെറിയ കുട്ടികളൊക്കെ അതിൽ നിന്ന് തരും. എന്നിട്ട് പ്രസംഗിക്കാൻ പറയും.